ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പാണ് സർക്കാർ വീടുകളിലെത്തി പെൻഷൻ പരിശോധന നടത്തുന്നു എന്നുള്ളത്. അർഹതപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഇനി പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഈ സാഹചര്യത്തിൽ നിരവധി പേരാണ് പെൻഷൻ പദ്ധതിയിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുന്നത്. അതിന് സർക്കാർ പല മാനദണ്ഡങ്ങളെയും പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇതനുസരിച്ചുള്ള സുപ്രധാന അറിയിപ്പുകളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഭിച്ചു കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ സ്വീകരിക്കുന്നവരും കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്നവരുമുണ്ട്. ഇവർക്ക് എല്ലാവർക്കും തന്നെ 1600 രൂപ വീതം പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. 5 മാസത്തെ പെൻഷൻ കുടിശ്ശിക ആണെങ്കിൽ പോലും ഇപ്പോൾ കുറച്ചു മാസമായി മുടങ്ങാതെ തന്നെ എല്ലാവർക്കും എല്ലാ മാസവും കൃത്യമായി പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുടിശ്ശിക പെൻഷനിലെ 2 മാസത്തെ തുക ഈ സാമ്പത്തിക വർഷത്തിലും ബാക്കി 3 മാസത്തെ തുക അടുത്ത സാമ്പത്തിക വർഷവും നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ 2 മാസത്തെ കുടിശ്ശിക ഓണത്തോടനുബന്ധിച്ച് നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഓരോ മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യാൻ 900 കോടി രൂപയോളം വരുന്ന സാഹചര്യത്തിലും മുമ്പുള്ളതിനെ അപേക്ഷിച്ച് കൂടുതൽ പെൻഷൻ ആളുകൾ പട്ടികയിൽ ഉൾപ്പെട്ട സാഹചര്യത്തിലും ഏറ്റവും അർഹതപ്പെട്ടവരെ മാത്രം കണ്ടെടുക്കുന്നതിന് സർക്കാർ കർശന പരിശോധന നടത്തുകയാണ്. അനർഹരായ നിരവധി പേര് പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന പരാതി ലഭിച്ചതിന് പിന്നാലെയാണ് കർശന പരിശോധന നടത്തുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ലിസ്റ്റ് രൂപീകരിക്കുന്നത്. അനർഹരായി പലരും പെൻഷൻ കൈപ്പറ്റുന്നു എന്ന നിരവധി പരാതികളാണ് വിവിധ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കെട്ടിക്കിടക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പരാതി ലഭിച്ച വീടുകളിൽ ആദ്യ പരിശോധനയും പിന്നീട് സർക്കാരിൻ്റെ അറിയിപ്പനുസരിച്ച് വിവിധ ഘട്ടങ്ങളിലായി മറ്റു വീടുകളിലും പരിശോധന നടത്തും. ഇതിൽ പ്രാധാന്യം ഭൗതിക സാഹചര്യങ്ങളുടെ പരിശോധന തന്നെയാണ്. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.